പാകിസ്ഥാൻ നിയന്ത്രണ രേഖയിൽ കൂടുതൽ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുന്നതായി റിപ്പോർട്ട്. ഓപ്പറേഷൻ സിന്ദൂറിനെ ഭയന്നാണ് രാജ്യം ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നതെന്നാണ് റിപ്പോർട്ട്. നിയന്ത്രണ രേഖയ്ക്കടുത്ത് പാക് അധീന കാശ്മീരിന്റെ മുൻനിര പ്രദേശങ്ങളിലാണ് പാകിസ്ഥാൻ കൂടുതൽ കൗണ്ടർ ഡ്രോൺ സംവിധാനങ്ങൾ വിന്യസിച്ചിരിക്കുന്നത്. റാവലക്കോട്ട്, കോട്ട്ലി, ഭീംബർ സെക്ടറുകൾക്ക് എതിർവശത്ത് പാകിസ്ഥാൻ പുതിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സ്ഥാപിച്ചതായി ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നു. നിയന്ത്രണ രേഖയിൽ 30-ലധികം ഡ്രോൺ പ്രതിരോധ യൂണിറ്റുകളും പാകിസ്ഥാൻ വിന്യസിച്ചതായും ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്. കോട്ട്ലി, ഭീംബർ ബ്രിഗേഡുകളെ നിയന്ത്രിക്കുന്ന 23ാമത് ഇൻഫൻട്രി ഡിവിഷനോടൊപ്പം മുറിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന 12ാമത് ഇൻഫൻട്രി ഡിവിഷന് കീഴിലാണ് പാകിസ്ഥാൻ ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള വ്യോമാതിർത്തി നിരീക്ഷണവും ഇലക്ട്രോണിക് യുദ്ധ ഉപകരണ ശേഷികളും ശക്തിപ്പെടുത്താനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നീക്കം. റാവൽകോട്ടിലെ കൗണ്ടർ ഡ്രോൺ സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത് പൂഞ്ച് സെക്ടറിലെ ഇന്ത്യൻ പ്രദേശങ്ങൾക്ക് എതിർവശത്തുള്ള പ്രദേശങ്ങളുടെ ചുമതലയുള്ള സെക്കൻഡ് ആസാദ് കാശ്മീർ ബ്രിഗേഡാണ്. കോട്ട്ലിയിലെ ചുമതല 3rd ആസാദ് കാശ്മീർ ബ്രിഗേഡിനും ആണ്. ഇവരുടെ പ്രവർത്തന മേഖലയിൽ രജൌരി, പൂഞ്ച്, നൌഷേര, സുന്ദർബാനി എന്നീ സെക്ടറുകൾ ഉൾപ്പെടുന്നു. ഭീംബർ മേഖല കൈകാര്യം ചെയ്യുന്നത് 7ാമത്തെ ആസാദ് കാശ്മീർ ബ്രിഗേഡാണെന്നും ചില റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്ന ഇന്ത്യയുടെ മുന്നറിയിപ്പും പടിഞ്ഞാറൻ അതിർത്തിയിലെ ഇന്ത്യയുടെ സൈനിക നീക്കങ്ങളിലെ വർധനവും പാകിസ്ഥാനെ അസ്വസ്ഥരാക്കിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇക്കാരണത്താൽ ഒരു മുൻകരുതലെന്ന നിലയ്ക്കാണ് അതിർത്തിയിൽ പാകിസ്ഥാൻ കൂടുതൽ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുന്നതെന്നും റിപ്പോർട്ടിലുണ്ട്. മേഖലാടിസ്ഥാനത്തിൽ റാവൽകോട്ടിലെ കൗണ്ടർ ഡ്രോൺ സംവിധാനം പ്രധാനമായും പ്രവർത്തിപ്പിക്കുന്നത് പൂഞ്ച് സെക്ടറിലെ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് എതിർവശത്തുള്ള പ്രദേശങ്ങളുടെ ഉത്തരവാദിത്തമുള്ള 2ാം ആസാദ് കാശ്മീർ ബ്രിഗേഡാണ്. കോട്ട്ലിയിൽ ഉത്തരവാദിത്തം 3ാം ആസാദ് കാശ്മീർ ബ്രിഗേഡിനാണ്. അവരുടെ പ്രവർത്തന മേഖല രജൌരി, പൂഞ്ച്, നൌഷേര, സുന്ദർബാനി എന്നിവ അഭിമുഖീകരിക്കുന്ന മേഖലകൾ ഉൾപ്പെടുന്നു. LOCയിൽ പാകിസ്ഥാൻ ഇലക്ട്രോണിക് കൈനറ്റിക് കൗണ്ടർ US സംവിധാനങ്ങളും മിശ്രിതം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിന്യസിച്ചിരിക്കുന്ന പ്രധാന സംവിധാനങ്ങളിൽ ഒന്നാണ് സ്പൈഡർ കൗണ്ടർ US സിസ്റ്റം. ഇത് പാസീവ് റേഡിയോ ഫ്രീക്വൻസി ഡിറ്റക്ഷൻ, ദിശ കണ്ടെത്തൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നു. 10 കിലോമീറ്റർ വരെ ദൂരെയുള്ള ചെറിയ വെടിയുണ്ടകളും വലിയ ഡ്രോണുകളും ഇവ കണ്ടെത്തുമെന്നാണ് അവകാശവാദം. ഡ്രോൺ നിയന്ത്രണം, വീഡിയോ, GPS ലിങ്കുകൾ എന്നിവ തടസ്സപ്പെടുത്തുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഏകദേശം 1.5 കിലോമീറ്റർ ഫലപ്രദമായ ദൂരപരിധിയിലുള്ള മനുഷ്യൻ പോർട്ടബിൾ തോളിൽ ഫയർ ചെയ്യുന്ന സംവിധാനമായ സഫ്ര ആന്റി UV ജാമിംഗ് ഗണ്ണും ഉപയോഗത്തിലുണ്ട്. ഈ നടപടികൾക്ക് പുറമെ താഴ്ന്നു പറക്കുന്ന ഡ്രോണുകളെ നേരിടാൻ പാകിസ്ഥാൻ പരമ്പരാഗത വ്യോമ പ്രതിരോധ ആയുധങ്ങൾ ഉപയോഗിച്ചു. റഡാർ മാർഗനിർദ്ദേശം സംവിധാനങ്ങളുടെ പിന്തുണയുള്ള OR-Ligon GDF-35mm ട്വിൻ ബാരൽ ആന്റി എയർക്രാഫ്റ്റ് തോക്കുകൾ, മന്ദഗതിയിലുള്ളതും താഴ്ന്ന ഉയരത്തിലുള്ളതുമായ ആകാശ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിവുള്ള എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ എന്നിവയും ഇതിലുണ്ട്. പടിഞ്ഞാറൻ അതിർത്തിയിൽ ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന ആക്രമണാത്മക സൈനിക നിലപാട്, കരസേന, നാവികസേന, വ്യോമസേന എന്നിവ ഉൾപ്പെടുന്ന നിരവധി യുദ്ധ അഭ്യാസങ്ങൾ എന്നിവയോടുള്ള പാകിസ്ഥാന്റെ അസ്വസ്ഥതയാണ് പുതിയ വിന്യാസങ്ങൾ കൊണ്ട് അടിവരയിടുന്നതെന്ന് വൃത്തങ്ങൾ പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യ തുറന്നുകാട്ടിയ കൗണ്ടർ ഡ്രോൺ ശേഷികളിലെ വിടവുകൾ നികത്താൻ ശ്രമിക്കുന്നതിനായി പുതിയ ഡ്രോണുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും വാങ്ങുന്നതിനായി പാകിസ്ഥാൻ തുർക്കിയുമായും ചൈനയുമായും ചർച്ചകൾ നടത്തി വരികയാണെന്നും റിപ്പോർട്ടുണ്ട്. 26 വിനോദസഞ്ചാരികളുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി മെയ് 7-നാണ് ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. ഇന്ത്യ ഒരു പ്രധാന ഭീകര ക്യാമ്പുകൾ നശിപ്പിക്കുക മാത്രമല്ല, പാകിസ്ഥാനിനുള്ളിലെ സുപ്രധാന സൈനിക താവളങ്ങളും ആക്രമിച്ചിരുന്നു. മെയ് 10-ന് വെടിനിർത്തലിനായി പാകിസ്ഥാൻ ഇന്ത്യയെ സമീപിച്ചതോടെ 3 ദിവസത്തിനു ശേഷം സംഘർഷം അവസാനിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.